നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. അമേരിക്കയെയും ഇസ്രയേൽ പോലുള്ള സഖ്യകക്ഷികളെയും ലക്ഷ്യമിടുന്നെന്ന് ചൂണ്ടിക്കാട്ടി രാജ്യാന്തര ക്രിമിനൽ കോടതിയെ ഉപരോധിക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുമെന്ന് വൈറ്റ് ഹൗസ്. US പൗരന്മാർക്കോ സഖ്യകക്ഷികൾക്കോ നേരെയുള്ള കേസുകളിൽ രാജ്യാന്തര ക്രിമിനൽ കോടതിയെ സഹായിക്കുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സാമ്പത്തിക വിസ ഉപരോധങ്ങൾക്ക് ഇത് കാരണമാകുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യില്ലെന്ന നിലപാടിലുറച്ച് കേന്ദ്ര സർക്കാർ. റഹീം MP രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്രമന്ത്രി രൂപേന്ദ്ര യാദവ് നൽകിയ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാർ നിലപാട് തിരുത്തണമെന്നും വന്യജീവികളിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനായി വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി ഭേദഗതി ചെയ്യണമെന്നും റഹീം ആവശ്യപ്പെട്ടു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് ഇന്ന്. കനത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും നികുതിയേതര വരുമാന വർധനവിനുള്ള മാർഗങ്ങളായിരിക്കും ഇന്നത്തെ സംസ്ഥാന ബജറ്റിൻ്റെ ഫോക്കസ് എന്നാണ് സാമ്പത്തിക വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനും പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുമ്പുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റായതുകൊണ്ട് തന്നെ ജനകീയ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കാം. തെരഞ്ഞെടുപ്പിനെ എങ്ങനെ അട്ടിമറിക്കാമെന്ന് ഫലപ്രദമായി ചെയ്തു കാണിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്രയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ആണവായുധത്തേക്കാൾ പ്രാധാന്യം ഇന്ന് ഡേറ്റയ്ക്കുണ്ടെന്ന് പറഞ്ഞ ചെന്നിത്തല ലോകം വമ്പൻ മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും സൂചിപ്പിച്ചു. ലോകം നമ്മളാരും ആഗ്രഹിക്കാത്ത തലത്തിലേക്ക് പോകുകയാണെന്നും എന്നാൽ തീവ്ര വലതുപക്ഷ കക്ഷികൾ വളർന്നു വരുന്നത് ലോകം ആശങ്കയോടെ കാണുന്നു എന്നത് സ്വാഗതാർഹമാണെന്നും ചെന്നിത്തല പറഞ്ഞു. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ പരിവർത്തനത്തിൻ്റെ കാലം, പരിവർത്തനത്തിൻ്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാസ മുനമ്പ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനത്തിനെതിരെ വ്യാപക പ്രതിഷേധം. ഇത് ഞങ്ങളുടെ മണ്ണാണെന്നും ഗാസ വിട്ടുപോകുന്ന പ്രശ്നമില്ലെന്നുമാണ് ഗാസയിലെ പലസ്തീനികൾ പ്രതികരിച്ചത്. ഗാസ ഏറ്റെടുക്കുമെന്നും പലസ്തീനികളെ അവിടെ തന്നെ സ്ഥിരമായി മാറ്റിപ്പാർപ്പിക്കുമെന്നുമുള്ള US പ്രസിഡന്റിൻ്റെ പ്രഖ്യാപനത്തെ അറബ് രാജ്യങ്ങളെല്ലാം രൂക്ഷമായി വിമർശിച്ചു. സഖ്യകക്ഷികളിൽ നിന്ന് പോലും വിമർശനങ്ങൾ ഉയർന്നതോടെ ഗാസ നിലപാടിൽ മയപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് വൈറ്റ് ഹൗസ്. പകുതി വിലക്ക് വാഹനവും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് ശതകോടികൾ തട്ടിയ കേസിൽ പ്രാഥമിക വിവരശേഖരണം നടത്തി ED. തട്ടിപ്പിൽ പലവിധമാണ് പിരിവുകൾ നടന്നത്. സീഡ് സൊസൈറ്റികളിൽ അംഗത്വ ഫീസായി 320 രൂപ വീതമാണ് ഒരാളിൽ നിന്ന് വാങ്ങിയത്. സ്കൂട്ടർ പദ്ധതിയുടെ വ്യവസ്ഥകൾ സാക്ഷ്യപ്പെടുത്താൻ വക്കീൽ ഫീസായി 500 രൂപ ഒരാളിൽ നിന്ന് ഈടാക്കി. പിരിച്ചെടുത്ത തുകയിൽ 100 രൂപ വീതമാണ് ഫീൽഡ് പ്രൊമോട്ടർമാർക്ക് നൽകിയത്. കരാർ തയ്യാറാക്കിയതെല്ലാം അനന്തുകൃഷ്ണൻ്റെ പേരിലാണ്. അഭിഭാഷകനെ ഏർപ്പെടുത്തിയതും അനന്തുവിൻ്റെ സ്ഥാപനമാണ്. അന്വേഷണ സംഘം കണ്ടെത്തി. അനന്തുകൃഷ്ണൻ കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി BJP നേതാവ് AN രാധാകൃഷ്ണൻ. സായിഗ്രാം ചെയർമാൻ അനന്തകുമാറാണ് CSR പദ്ധതി തനിക്ക് പരിചയപ്പെടുത്തിയെന്നും ജനസേവനത്തിൻ്റെ ഭാഗമായിട്ടാണ് പദ്ധതിയുടെ ഭാഗമായതെന്നും അദ്ദേഹം പറഞ്ഞു. 1 രൂപ പോലും പദ്ധതിയുടെ പേരിൽ കൈപ്പറ്റിയിട്ടില്ലെന്നും ഞങ്ങളുടെ സൊസൈറ്റിയും ഒരു ഇരയാണെന്നും ഇതുവരെ 5620 വണ്ടികൾ നൽകിയെന്നും ഇനി 5% പേർക്ക് വണ്ടി നൽകാനുള്ളൂവെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. പണം തിരികെ നൽകുന്നത് ഇന്നലെ തുടങ്ങിയത്. കുറേ ദിവസങ്ങളായി റീഫണ്ടിംഗ് നടക്കുന്നുണ്ടെന്നും രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ നിലവിലെ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്ന് നവീൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ. CBI ഇല്ലെങ്കിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചെങ്കിലും കേസ് അന്വേഷിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നൽകിയ അപ്പീൽ ഭാര്യ മഞ്ജുഷ ചൂണ്ടിക്കാട്ടി. അതേസമയം മികച്ച സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നതെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. അപ്പീൽ വിധി പറയാൻ മാറ്റി. ടോൾ വേണ്ടെന്ന പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കാനാവില്ലെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. കാലം മാറിയെന്നും കടമെടുപ്പ് പരിധിയിൽ അടക്കം കേന്ദ്രത്തിൻ്റെ എതിർപ്പ് മറികടക്കാൻ ടോൾ അടക്കം കിഫ്ബി പദ്ധതികൾ വരുമാനമുണ്ടാക്കാലേ വഴിയുള്ളൂവെന്നും ഇതല്ലാതെ മറ്റു മാർഗമുണ്ടെങ്കിൽ ടോളിനെ എതിർക്കുന്ന പ്രതിപക്ഷം പറയണമെന്നും തോമസ് ഐസക് പറഞ്ഞു. കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ അത് അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സർക്കാരിൻ്റെ ധൂർത്തും അഴിമതിയും പിൻവാതിൽ നിയമനങ്ങളുമാണ് സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്ക് കാരണമെന്നും ഇതെല്ലാം ജനങ്ങൾക്കുമേൽ വിവിധ മാർഗങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും സതീശൻ ആരോപിച്ചു.
ഇടുക്കി കമ്പംമെട്ട് CI ഷമീർ ഖാനെതിരെ വീണ്ടും പരാതി. CSR ഫണ്ട് തട്ടിപ്പിൽ പരാതി നൽകാനെത്തിയ പഞ്ചായത്തംഗം അടക്കമുള്ള സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് ആക്ഷേപം. ഇതേ തുടർന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കമ്പംമേട്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ ഒരു മാസം 9,000 വാഹനങ്ങൾ സൗജന്യമായി കടന്നു പോകുന്നുണ്ട് കരാർ കമ്പനി. വടക്കാഞ്ചേരി, കിഴക്കമ്പലം, വണ്ടാശ്ശേരി, കണ്ണമ്പ്ര, പുതുക്കോട്, മാടഞ്ചേരി പഞ്ചായത്തുകളുടെ താമസക്കാർക്കാണ് ടോൾ സൗജന്യം അനുവദിച്ചിട്ടുള്ളത്. സൗജന്യം നൽകാനാവില്ലെന്ന കരാർ കമ്പനി നിലപാടിനെ തുടർന്ന് വിഷയത്തിൽ പരിഹാരം കാണുന്നതിനായി ചർച്ച നടന്നിരുന്നു. സൗജന്യമായി കടന്നുപോകുന്ന വാഹനങ്ങളുടെ കണക്കെടുത്ത ശേഷം അന്തിമ തീരുമാനമെടുക്കാമെന്ന് യോഗത്തിൽ ധാരണയായിരുന്നു. പാറശാല ഷാരോൺ വധക്കേസിൽ വധശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒന്നാം പ്രതി ഗ്രീഷ്മ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. എതിർകക്ഷികൾക്ക് ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചു. കേസിലെ വിചാരണയ്ക്കു ശേഷം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. നിലവിൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുകയാണ് ഗ്രീഷ്മ. CSR തട്ടിപ്പ് കേസിൽ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിൻ്റെ പങ്ക് അന്വേഷിക്കണമെന്ന് CPM നേതാവ് P. സരിൻ ആവശ്യപ്പെട്ടു. നജീബ് നേതൃത്വം നൽകുന്ന മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന് തട്ടിപ്പിൽ പങ്കുണ്ടെന്നും ഈ സംഘടനയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതെന്നും അതിനാൽ നജീബിൻ്റെ പങ്ക് ഇതിലൂടെ വ്യക്തമാണെന്നും സരിൻ ആരോപിച്ചു. ഇടുക്കി മറയൂരിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 57-കാരന് ദാരുണാന്ത്യം. ചമ്പക്കാടുകൂടി സ്വദേശി വിമലനാണ് മരിച്ചത്. ഫയർലൈൻ തെളിക്കുന്നതിനിടെ വിമലനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവർ വിമലനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പകുതി വിലക്ക് വാഹനവും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൽസന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ലാലി വിൽസന്റ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി നടപടി. അനന്തകൃഷ്ണൻ പ്രതിയായ കേസിൽ 7ാം പ്രതിയായിരുന്നു ലാലി വിൽസന്റിനെതിരായ ആക്ഷേപം ഗൗരവതരമെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി അടുത്ത ദിവസം വിശദമായി വാദം കേൾക്കും. പാതി വിലക്ക് ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം നൽകി വിശ്വസിപ്പിച്ച് പണം തട്ടിയ കേസുകളിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ KN രാധാകൃഷ്ണനെതിരെ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. എറണാകുളം കേന്ദ്രീകരിച്ച് നടക്കുന്ന മിക്ക ഡീലുകൾക്ക് പിറകിലും ഒന്നാന്തരം കച്ചവടക്കാരനാണ് AN രാധാകൃഷ്ണനെന്ന് സന്ദീപ് ആരോപിച്ചു. BJP അറിഞ്ഞുകൊണ്ടാണ് തട്ടിപ്പെന്നും സന്ദീപ് ചോദിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു സന്ദീപിന്റെ ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹന വ്യൂഹം SFI പ്രകടനത്തിനിടയിൽപ്പെട്ടു. AKG സെന്ററിൽ നിന്ന് പുറപ്പെട്ട വാഹന വ്യൂഹമാണ് പാളയത്ത് SFI സമരത്തിനിടയിൽപ്പെട്ടത്. Z+ കാറ്റഗറിയിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാഹനം സമരക്കാർക്കിടയിൽപ്പെട്ടത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. തൃശൂർ സ്റ്റേഡിയത്തിന് സമീപം സ്റ്റീമർ പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. ഇതര സംസ്ഥാന തൊഴിലാളി സുമിത്താണ് മരിച്ചത്. സ്റ്റേഡിയത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.